अस्सलामुअलैकुम वरहमतुल्लाहि ताला वबरकातुहू। बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिर रसूलिल्लाह व अला आलिहि वसहबिहि अजमईन अम्मा बअद। അപ്പോൾ അൽഹംദുലില്ലാഹ് രണ്ട് പാഠം അൽ മുബ്തദ വൽ ഖബർ വ തുതാബികുഹുമാ ഖബറുൽ മുബ്തദഈന യകൂനു ജുംലതൻ ഔ ശിബ്ഹ ജുംല എന്ന രണ്ട് പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കായികകൾ ഉദാഹരണങ്ങൾ ഒക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. മനസ്സിലായോ? ക്ലാസ്സിൽ ഡയറക്റ്റ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല എന്ന് കരുതി ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് കോളേജ് എപ്പോഴെങ്കിലും തുറക്കുമല്ലോ, അപ്പോൾ ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. അതുകൊണ്ടാണ് ഞാൻ മുബ്തദ ഇന്ന ഡേറ്റിനേക്ക് ചൊല്ലിത്തരണം, അല്ല കായിക ഇന്ന മുബ്തദിനേക്ക് ഇന്ന കായിക ഇന്ന ഡേറ്റിനേക്ക് ചൊല്ലിത്തരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞു തരുന്നതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറയാത്തത്. മനസ്സിലായോ? കാരണം ചിലര് അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും പറ്റിക്കൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ചില കാരണം ഓൺലൈൻ ക്ലാസ് കേൾക്കാത്ത ആൾക്കാർ പോലും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അവർക്കെതിരെ നല്ല നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരക്കാരിൽ ഉൾപ്പെടാതെ കാര്യങ്ങളൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യുക. എനിക്ക് വേണ്ടിയോ കോളേജിന് വേണ്ടിയല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും. കാരണം അവർക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മക്കൾ ഒന്ന് നന്നായി കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന, നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ. അപ്പൊ അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പഠിക്കുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ പാഠം ഒന്ന് നോക്കാം. ഖബറുൻ നവാസി ഹീന യകൂനു ജുംലതൻ ഔ ശിബ്ഹ ജുംല. ഖബറുൻ നവാസി മനസ്സിലായോ? ഖബറുൻ നവാസിഹി ഹീന യകൂനു ജുംലതൻ ഔ ശിബ്ഹ ജുംല എന്ന പാഠമാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. മനസ്സിലായോ? ഖബറുൻ നവാസിഹി, നാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങൾ മാറ്റുക. മനസ്സിലായോ? ഒന്നിൽ നിന്ന് മറ്റൊരു നിയമത്തിലേക്ക് മാറ്റുന്നതിനാണ് പറയാ നാസിഖ്. ആ നാസിഖിന്റെ ജമാണെന്ത്? നവാസിഖ്. മനസ്സിലായോ? അപ്പൊ ഖബറുൻ നവാസിഹി, നവാസിഹിന്റെ ഖബർ. നവാസിഹ് എന്താന്ന് പിന്നെ പറയാം. ഖബറുൻ നവാസിഹി, നവാസിഹിന്റെ ഖബർ. അപ്പോ നമ്മൾ ഇവിടെ പറയുന്നത് ഏതാ? കാന വ അഖവാത്ത്. മനസ്സിലായോ? അതിന്റെ അഖവാത്ത് മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ ഇത് ഇന്ന വ അഖവാത്ത്. മനസ്സിലായോ? അതിന്റെ ഖബറിനെ കുറിച്ചാണ് പറയുന്നത്. ഖബറുൻ നവാസിഹ് എന്ന് പറഞ്ഞാല് കാന വ ഇന്ന. മനസ്സിലായോ? അതിന്റെ അഖവാത്ത്. യകൂനു ജുംലതൻ, ഈ ഇവയുടെ കാനയുടെയും ഇന്നയുടെയും അഖവാത്തുകളുടെ ഖബർ. മനസ്സിലായോ? എപ്പോ? ഹീന യകൂനു ജുംലതൻ ഔ ശിബ്ഹ ജുംല, ജുംലയോ അല്ലെങ്കിൽ ശിബ്ഹ് ജുംലയോ. അപ്പൊ ഇവിടെ തന്നെ 4 ജുംലകൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. മനസ്സിലായല്ലോ? അപ്പൊ കാനന്റെ ശരിക്കും എന്താ ഇത്? അമല് ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും. മനസ്സിലായോ? ഇന്നയുടേത് നേരെ തിരിച്ച്, ഇന്നന്റെ ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും. മനസ്സിലായോ? ഖബറിനിക്ക് റഫും ഇസ്മിനിക്ക് നസ്ബും ചെയ്യുന്നതാണ് ഇന്ന. മനസ്സിലായോ? കാനയാണെങ്കിലോ നേരെ തിരിച്ച്, ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബുമാണ് കാനയുടെ അമല്. മനസ്സിലായോ? അപ്പൊ ഖബറുൻ നവാസിഹ് അതാണ് ഇവിടുത്തെ നിയമം. പൊതു നിയമം ഏതാ? കാനയുടെ ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും, ഇന്നയുടെ ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫുമാണ്. അതാണ് പൊതു നിയമം. മനസ്സിലായോ? ആ പൊതു നിയമത്തെ തെറ്റിച്ച് വരുന്നതിന്റെ ഖബർ. മനസ്സിലായോ? ഖബർ ഈ പൊതു നിയമത്തെ തെറ്റിച്ച് വരും. എപ്പോ? ഈന എപ്പോഴും ജുംല, ജുംലയായിരിക്കുമ്പോ, അല്ലെങ്കിൽ ശിബ്ഹ് ജുംല, അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പൊ ഇവിടെ ഏതൊക്കെ പറഞ്ഞു? ഈന എപ്പോഴും ജുംലത്തെ,
ജുംലയിൽ തന്നെ എന്തൊക്കെയുണ്ട്? രണ്ടെണ്ണം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മനസ്സിലായോ? ഷിബ് ജുംലയിലും രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെ മൊത്തം 4 കാര്യങ്ങളിലാണ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് കായിക ഒന്ന് വായിക്കാം. ഖബറു കാന വ അഖവാതിഹ. മനസ്സിലായോ? ഖബറു കാന വ അഖവാതിഹ, കാനയുടെയും ഖബറു കാനയുടെ ഖബർ, വ അഖവാതിഹ അതിന്റെ അഖവാത്തുകളുടെയും ഖബർ, വ ഖബറു ഇന്നയുടെ ഖബർ, വ അഖവാതിഹ ഇന്നയുടെ അഖവാത്തിന്റെയും ഖബറാകുന്നത്. മനസ്സിലായോ? കമാ യകൂനു ആകുന്നത് പോലെ, കുല്ലും മിൻഹുമ ഇവ രണ്ടിൽ നിന്നും ആവുന്നത് പോലെ, മുഫ്രദാവുന്നത് പോലെ. മനസ്സിലായോ? അപ്പോ എപ്പോഴാണ് ഈ മുഫ്രദാകുക? തൗവാബുൻ. മനസ്സിലായോ? ഇന്നല്ലാഹ തൗവാബുൻ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവരാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ്? മുഫ്രദാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇന്നയുടെ ഇസ്മ, ഇത് ഖബർ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ മുഫ്രദായി വരുന്നതിനെ കുറിച്ച് നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നതാണ്. ഇന്ന, കാന അല്ലെങ്കിൽ അതായത് അഖവാത്തുകളുടെയൊക്കെ ഇസ്മോ ഖബറും ഒക്കെ നമ്മൾ മുന്നേ കേട്ട് വരുന്നു. അന്നേരം അതായത് ആ ഖബർ എന്തായിട്ടാണ് വരാറുള്ളത്? ഈ ഒരു മുഫ്രദ് ഏക പദമായിട്ടാണ് വരാറുള്ളത്. മനസ്സിലായോ? ഒരു മുഫ്രദായ പദമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈനയക്കുന് ജുംലയായി വരുമ്പോൾ. മനസ്സിലാകുന്നുണ്ടല്ലോ? പിന്നെ എന്തുമായി വരുമ്പോ? ശിബ്ഹ ജുംല അല്ലെങ്കിൽ ശിബ് ജുംലയായി വരുന്ന സമയത്ത് ഉള്ള ഖബറിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അപ്പൊ ഖബറു കാനയുടെ ഖബർ, വ അഖവാതിഹ കാനയുടെ അഖവാത്തിന്റെയും ഖബർ, വ ഖബറു ഇന്നയുടെ ഖബർ, വ അഖവാതിഹ ഇന്നയുടെ അഖവാത്തിന്റെ ഖബറും കമാ യകൂനു ആവുന്നത് പോലെ, കുല്ലും മിൻഹുമ ഇവ രണ്ടിൽ നിന്നുള്ള എല്ലാം ആവുന്നത് പോലെ. ഇന്നയുടെ അഖവാത്ത്, ഇന്ന വ അഖവാത്ത്, കാന വ അഖവാത്ത് ഈ രണ്ടിൽ നിന്നുള്ള ഓരോന്നും ആവുന്നത് പോലെ, മുഫ്രദായി വരുന്നത് പോലെ. മനസ്സിലായോ? ഇതിന്റെയൊക്കെ ഖബർ, ഈ കാനയുടെയും ഇന്നയുടെയും ഒക്കെ ഖബർ എന്തായി വരുന്നത് പോലെ? മുഫ്രദായ പദമായി വരുന്നത് പോലെ. യകൂനു ആവും. എന്താകും? ഖബർ ആവും. ഈ രണ്ടെണ്ണത്തിന്റെയും ഖബർ ആകും. എന്തുപോലെ? മുഫ്രദായി വരുന്നത് പോലെ അത് ഈ രണ്ടെണ്ണത്തിന്റെയും ഖബർ ആവും. എന്താവും? ജുംലത്തൻ ഫിഅലിയായ ജുംലയായിരിക്കും. ഔ ജുംലത്തൻ ഇസ്മിയായ ജുംലയായിരിക്കും. ഔ ശിബ്ഹ ജുംലത്തിൻ അല്ലെങ്കിൽ ശിബ്ഹ് ജുംലയും ആയിരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പോ ഇന്നയുടെ ഖബറ്, കാനയുടെയൊക്കെ ഖബറ് മുഫ്രദായ പദമാവുന്നത് പോലെ. ഒരു ഉദാഹരണത്തിന് തൗവാബ് അല്ലെ ഗഫൂർ. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു മുഫ്രദായ പദമാവുന്നത് പോലെ യകൂനു അത് ആകും. എന്താകും? ജുംലത്തൻ ഫിഅലിയ, ജുംലത്തൻ ഇസ്മിയ, ശിബ്ഹ ജുംല. മനസ്സിലായോ? അപ്പൊ ജുംലത്തുൻ ഫിഅലിയാവും, ജുംലത്തുൻ ഇസ്മിയാവും, ശിബ്ഹ് ജുംലയാവും. ശിബ്ഹ് ജുംല ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ജാർ മജ്റൂർ അല്ലെങ്കിൽ ഇവ ഉൾക്കൊള്ളുന്ന ജുംലയാണ് എന്ത്? ശിബ്ഹ് ജുംല. അപ്പൊ കായിക എല്ലാവർക്കും മനസ്സിലായി കാണും. ഖബറു കാനയുടെ ഖബർ, വ അഖവാതിഹ കാനയുടെ അഖവാത്തിന്റെയും ഖബർ, വ ഖബറു ഇന്നയുടെ ഖബർ, വ അഖവാതിഹ ഇന്നയുടെ അഖവാത്തിന്റെയും ഖബർ. കമാ യകൂനു കുല്ലു മിൻഹുമാ ഇവ രണ്ടിൽ നിന്നുള്ള ഓരോന്നും ആവുന്നത് പോലെ. എന്താവുന്നത് പോലെ? മുഫ്രദായ പദമാവുന്നത് പോലെ. യകൂനു ഇവ രണ്ടിന്റെയും ഖബർ ആകും. എന്താവും? ജുംലത്തുൻ ഫിഅലിയ, ജുംലത്തുൻ ഇസ്മിയ, ഔ ശിബ്ഹ ജുംല അല്ലെങ്കിൽ ശിബ്ഹ് ജുംലയാവും, ജുംലത്തുൻ ഫിഅലിയാവും, ജുംലത്തുൻ ഇസ്മിയാവും. മനസ്സിലായോ? ഇങ്ങനെ 4 ജുംലകളാവും. ഈ മുഫ്രദായി ഓരോന്നിന്റെയും ഖബർ, ഇന്നയുടെയും കാനയുടെയും അതിന്റെ അഖവാത്തുകളുടെയും ഒക്കെ ഖബർ മുഫ്രദായ പദമാവുന്നത് പോലെ. യകൂനു ഇതൊക്കെ ആവുന്നത് പോലെ. എന്താകും? കാനയുടെയും ഇന്നയുടെയും ഖബർ
ജുംലകളായി മാറും. ഏതൊക്കെ ജുംല? ജുംലത്ത് ഫിഅലിയ, ജുംലത്ത് ഇസ്മിയ, അല്ലെങ്കിൽ ശിബ് ജുംല, അങ്ങനെ 3 ജുംലകളായി വരുന്നതായിരിക്കും. അപ്പോ ഉദാഹരണം നമുക്ക് നോക്കാം. കാനൽ മരീദു, കാനൽ മരീദു രോഗിയായിരിക്കുന്നു. രോഗിയായി എന്തായി? കാനൽ മരീദു രോഗിയായി യതഅല്ലമു, യതഅല്ലമു വേദനിക്കുന്നവനായി. രോഗി വേദനിക്കുന്നവനായി. മനസ്സിലായോ? അപ്പോ കാന, മനസ്സിലായോ? കാന അതിന്റെ മുബത്തദ്, അതിന്റെ ഖബർ. മനസ്സിലായോ? അപ്പോ കാനൽ മരീദു യതഅല്ലമു രോഗി വേദനിക്കുന്നവനായി. അപ്പോ ഈ യതഅല്ലമു എന്നത് ഫിഅലിയായ ജുംലയാകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി കാനൽ മരീദു യതഅല്ലമു രോഗി വേദനിക്കുന്നവനായി. രോഗിയാവുന്നത് വേദനിക്കുന്നവനാണ്. രോഗിക്ക് വേദന അനുഭവപ്പെടുന്നവനാണ്. കാനൽ ശിതാവു, കാനൽ ശിതാവു ശൈത്യമായി. ബർദുഹു അശദീദുൻ ഇസ്മിയായ ജുംല. കാനൽ ശിതാവു ശിതാവ് ആയി എന്ത്? ബർദുഹു ശദീദുൻ അതിന്റെ ശക്തിയാ, അതിന്റെ തണുപ്പാവുന്നത് ശദീദുൻ ശക്തമായതായി. അങ്ങനെ തണുപ്പ് അതിന്റെ ശൈത്യകാലം അതിന്റെ തണുപ്പ് ശക്തമായതായിരിക്കുന്നു. മനസ്സിലായ? ഇസ്മിയായ ജുംല. മനസ്സിലായ? ബർദുഹു ശദീദുൻ. പിന്നെ കാനൽ മാഉ വെള്ളമായി. ഫിൽ കൂബി, ഫിൽ കൂബി കോപ്പയിലായി. മനസ്സിലായ? കപ്പിലാകുന്നു. വെള്ളം കപ്പിലാകുന്നു. അപ്പോ ശിബ് ജുംലയിലെ ജാറ് മജ്റൂർ. ഫിൽ കൂബി കോപ്പയിലാകുന്നു. വെള്ളം കോപ്പയിലാകുന്നു. അപ്പോ കാനയുടെ ഖബറാണ് എന്ത്? ഫിൽ കൂബ് കോപ്പയിൽ. മനസ്സിലായോ? അപ്പോ പിന്നെ നാലാമത്തത് കാനൽ ഹാരിസു കാവൽക്കാരനായി. എവിടെ? സോറി, ഫിൽ കൂബി. മനസ്സിലായോ? പിന്നെന്ത്? കാനൽ ഹാരിസു കാവൽക്കാരനായി, വാച്ച്മാനായി. ഖൽഫൽ ബാബി വാതിലിനു പിറകിലായിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും ശിബ് ജുംല. ഇത് ഇസ്മിയായ ജുംല, ഇത് ഫിഅലിയായ ജുംല. മനസ്സിലായല്ലോ? അപ്പോ കാനൽ മരീദു യതഅല്ലമു കാനയുടെ ഖബർ എന്തായി വന്നു? കാനയുടെ ഖബർ ഇസ്മി ഫിഅലിയായ ജുംലയായി വന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? കാനൽ ശിതാവു ശൈത്യകാലമായി. ബർദുഹു ശദീദുൻ ആ ശൈത്യകാലത്തിലെ തണുപ്പ് ശക്തമായതായിരിക്കുന്നു. പിന്നെ കാനൽ മാഉ വെള്ളമായി. ഫിൽ കൂബി കോപ്പയിലായി. കാനൽ ഹാരിസു കാവൽക്കാരനായി. ഖൽഫൽ ബാബി വാതിലിനു പിറകിലായി. മനസ്സിലായോ? അപ്പോ ഇവിടെയൊക്കെ കാന അതിന്റെ കാനയുടെ ഖബർ എന്തായി വന്നു? ഇസ്മിയായ ജുംലയായി വന്നു, അല്ലെങ്കിൽ ഫിഅലിയായ ജുംലയായി വന്നു, അല്ലെങ്കിൽ ശിബ് ജുംലകളായി വന്നു. അപ്പോ കാനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മനസ്സിലായോ? അപ്പോ ഖബറു കാന, കാനയുടെ ഖബറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇസ്മിയായ ജുംലയും ഫിഅലിയായ ജുംലകളൊക്കെ ആയി വന്നു. ഏത്? കാനയുടെ ഖബർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അതിന്റെ അഖവാത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. കാനയെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ അസ്ബഹ. മനസ്സിലായോ? അസ്ബഹ ആയിരിക്കുന്നു. അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയി. കാനയുടെ മനസ്സിലായോ? അസ്ബഹൽ ത്വായിറു യുഗനി. അസ്ബഹ ത്വായിറു യുഗനി. മനസ്സിലായോ? മനസ്സിലായോ? അസ്ബഹ ത്വായിറു യുഗനി. അസ്ബഹ എന്ന കാനയുടെ അഖവാത്ത്. മനസ്സിലായോ? അപ്പോ ഇതിന്റെ ഖബർ അസ്ബഹ എന്നതിന്റെ ഖബറായി വന്നു എന്ത്? യുവന്നി. യുവന്നി എന്താ സാധനം? ഫിഅലിയായ ജുംലയാകുന്നു. അപ്പോ അസ്ബഹ ത്വായിറു യുവന്നി. പക്ഷി പാട്ട് പാടുന്നതായിരിക്കുന്നു. പക്ഷി പാട്ട് പാടുന്നതാണ്. പിന്നെ അസ്ബഹൽ വർദു. അസ്ബഹൽ വർദു പുഷ്പമായി. റായിഹത്തുഹു ജമീലത്തുൻ.
മനസ്സിലായോ? ജമീലത്തുൻ. അപ്പോ അസ്ബഹത്തുൽ വർദു പുഷ്പമായി, റായിയതുഹു ആ പുഷ്പത്തിന്റെ വാസന സ്മെല്ല്, ജമീലത്തുൻ ബ്യൂട്ടിഫുൾ ആണ്, ഭംഗിയുള്ളതാണ്. മനസ്സിലായോ? ഇതിന്റെ സുഗന്ധം വളരെ നല്ലതാണ്. അസ്ബഹൽ വർദു പുഷ്പമായി, റായിയതുഹു ജമീലത്തുൻ ആ പുഷ്പത്തിന്റെ മണമാകുന്നത് ജമീലത്തുൻ എന്താണ്? ഭംഗിയുള്ളതാണ്, നല്ല രസമുള്ളതാകുന്നു. അപ്പോ ഇസ്മിയായ ജുംല റാഹിയതുഹു ജമീലത്തുൻ അതിന്റെ മണമാകുന്നത് ഭംഗിയുള്ളതാണ്. മനസ്സിലായോ? അപ്പോ ഇസ്മിയായ ജുംലയായി. അപ്പൊ അസ്ബഹത് ത്വായിറു യുഅന്നി എന്നുള്ളത് ഫിഅലിയായ ജുംലയുമാകുന്നു. ഇനി അസ്ബഹൽ കസ്ലാനു ഫി ഹൈറത്തി, അസ്ബഹൽ കസ്ലാനു മടിയനായി, ഫി ഹൈറത്തി, ഫി ഹൈറത്തി. ഹൈറത്ത് എന്ന് പറഞ്ഞാല് വെപ്രാളത്തിൽ, പരിഭ്രമത്തിലായിരിക്കുന്നു. അസ്ബഹൽ കസ്ലാൻ മടിയനായിരിക്കുന്നു. എവിടെയായിരിക്കുന്നു? ഫി ഹൈറത്തിൻ എവിടെയായിരിക്കുന്നു? പരിഭ്രമത്തിൽ, പരിഭ്രമത്തിലായിരിക്കുന്നു. ആര്? മടിയൻ. കാരണം എന്ത്? എന്നെ ഹോംവർക്ക് ചെയ്തിട്ടില്ല, അപ്പൊ നാളെ ഞാൻ ചെയ്യുന്നില്ല. കാരണം ചിലപ്പോ ഹോംവർക്ക് ചെയ്യേണ്ട പുസ്തകം ഗ്രൂപ്പിൽ റിമൂവ് ചെയ്താലോ? മനസ്സിലായോ? അല്ലെങ്കിൽ രക്ഷിതാവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? കോളേജ് തുറന്ന് എന്നെ എന്ത് ചെയ്യും? എന്തും ചെയ്യാം. അങ്ങനെയുള്ള പരിഭ്രമത്തിലായിരിക്കുന്നു ആര്? മടിയൻ. അപ്പോ ആരും മടിയന്മാരാവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കിതാബ് തന്നെ പറയുന്നുണ്ട് അസ്ബഹൽ കസ്ലാൻ മടിയനായിരിക്കുന്നു, ഫി ഹൈറത്തിൻ എന്തിലായിരിക്കുന്നു? പരിഭ്രമത്തിലായിരിക്കുന്നു, വെപ്രാളത്തിലായിരിക്കുന്നു. നാളെ എന്ത് ചെയ്യും? പരീക്ഷ ജയിക്കോ തോക്കോ എന്നൊന്നും അറിയില്ല. പഠിക്കുന്നോട്ടേക്ക് എന്ത്? തോൽവിയെ കുറിച്ച് ചിന്തിക്കാനേ സമയമില്ല. കാരണം എന്താ? അവർക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. പിന്നെ തോൽവി വരില്ല എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ്. പക്ഷെ മടിയനിക്കാറില്ല. മടിയനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഒരാൾ പേടിക്കാനുണ്ട്. മനസ്സിലായോ? ഞാൻ ചെയ്യാത്തത് ഉമ്മ അറിയോ ഉപ്പ അറിയോ എന്നുള്ള കുറെ കാര്യങ്ങൾ എത്തുന്നതായിരിക്കും മടിയന്റെ മനസ്സ്. അപ്പോ അസ്ബഹൽ കസ്ലാൻ മടിയനായിരിക്കുന്നു, ഫി ഹൈറത്തിൻ എന്തിലായിരിക്കുന്നു? പരിഭ്രമത്തിൽ, വെപ്രാളത്തിലായിരിക്കുന്നു മടിയൻ. പിന്നെ അസ്ബഹൽ ത്വല്ലു ഫൗഖൽ അസ്ഹാർ. ത്വല്ല് എന്ന് പറഞ്ഞാല് മഞ്ഞ്. മനസ്സിലായോ? അസ്ബഹൽ ത്വല്ലു സ്നോ ആയിരിക്കുന്നു എവിടെ? ഫ്ലവറിനു മേൽ. മനസ്സിലായോ? അപ്പോ അസ്ബഹൽ ത്വല്ലു എന്ത്? മഞ്ഞായിരിക്കുന്നു. എവിടെയായിരിക്കുന്നു? ഫൗഖൽ അസ്ഹാരി പുഷ്പത്തിനു മീതെയായിരിക്കുന്നു, പുഷ്പത്തിനു മേലെയായിരിക്കുന്നു. അതിന്റെ ഈ ത്വല്ല് എന്ന സാധനം. മനസ്സിലായോ? അപ്പൊ അസ്ബഹ എന്നതിന്റെ ഖബർ എന്നായി വന്നു എന്ത്? ഫൗഖ അസ്ഹാർ. മനസ്സിലായോ? ഫൗഖൽ അസ്ഹാർ എന്നത് എന്തായി വന്നു? ശിബ്ഹ് ജുംലയായി വന്നു. മനസ്സിലായോ? ഇതും അതേപോലെ ശിബ്ഹ് ജുംലയായി വന്നു. ഫി ഹൈറത്തിൻ എന്നുള്ളത് ഫി ജാർ മജ്റൂർ. അപ്പൊ ജാർ മജ്റൂർ ആയി വന്നാല് അത് ശിബ്ഹ് ജുംലകളായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് കാന അതിന്റെ ഒരു അഖവാത്തിൽപ്പെട്ട അസ്ബഹ എന്നതിനെ കുറിച്ച് പറഞ്ഞു. മനസ്സിലായോ? അപ്പോ കാന അതിന്റെ ഏത് അഖവാത്ത് എടുത്ത് നോക്കിയാലും ഇങ്ങനെയൊക്കെ ആയി വരും. മനസ്സിലായോ? ഇസ്മിയായ ജുംലകളായി വരും, ശിബ്ഹ് ജുംലകളായി വരും, അല്ലെങ്കിൽ ഫിഅലിയായ ജുംലകളായി വരും. ഓരോന്നിന്റെയും ഖബർ. ഇപ്പൊ ഉദാഹരണത്തിന് ആ ഒരു കാനയെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിന്റെ അഖവാത്തുകളിൽപ്പെട്ട അസ്ബഹ എന്നതിനെ കുറിച്ചും പറഞ്ഞു. ഇനി അപ്പൊ കാന അഖവാത്തില് നമ്മൾ ക്ലോസ് ചെയ്ത്. ഇനി രണ്ടാമത്തത് ഇന്ന. മനസ്സിലായോ? ഇന്നന്റെ സാധാരണ അമൽ എന്താ? ഇന്ന ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫ്ഉം. മനസ്സിലായോ? ഖബറിനിക്ക് റഫ്ഉമാണ് ഇന്നയുടെ സാധാരണത്തെ ജോലി. അമല് എന്താണ്? ഇന്നയുടെ അമൽ എന്താ? ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫ്ഉം. അപ്പോ അതിന്റെ നേരെ വിപരീത അപ്പോ ഖബറിന് സാധാരണ എന്താ? മുഫ്രദായി വരുമ്പോ റഫ്ഉ ഉണ്ടാകും. ഇനി ഖബർ എന്തായി വരും? ജുംലകളായി വരും. അപ്പൊ ജുംലകളായി വരുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. ഇന്നൽ മുജിദ്ദ.
ഇന്നൽ മുജിദ്ദ പരിശ്രമശാലി. മനസ്സിലായോ? ഇന്നൽ മുജിദ്ദ യൻഫഉ ഇന്നൽ മുജിദ്ദ യൻഫഉ ഇന്നൽ മുജിദ്ദ യൻഫഉ നഫ്സഹു. മനസ്സിലായോ? ഇന്നൽ മുജിദ്ദ യൻഫഉ നഫ്സഹു തീർച്ചയായും പരിശ്രമശാലി യൻഫഉ അവൻ ഉപകാരപ്പെടുത്തും നഫ്സഹു തന്റെ ശരീരത്തെ. മനസ്സിലായോ? അപ്പോ പരിശ്രമശാലി എപ്പോഴും തന്റെ ബുദ്ധിയെയും വിവേകത്തെയും തന്റെ ആരോഗ്യത്തെയും തന്റെ വിശ്രമത്തെ പോലും ഉപകാരപ്പെടുത്തും. ആര്? പരിശ്രമശാലി. മനസ്സിലായോ? വെറുതെ ഇരിക്കില്ല. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ടൈം എന്ത് ചെയ്യും? വായിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വേറെ അറിയാത്ത സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആര്? പരിശ്രമശാലികൾ ശ്രമിക്കും. ഇന്നൽ മുജിദ്ദ യൻഫഉ നഫ്സഹു. മനസ്സിലായോ? അപ്പൊ യൻഫഉ നഫ്സഹു എന്നുള്ളത് എന്ത് ജുംലയാ? ശിബ് ജുംലയാണോ? അല്ല, ഫിഅലിയായ ജുംലയാകുന്നു. ഏത്? യൻഫഉ നഫ്സഹു എന്നുള്ളത്. അപ്പൊ ഇന്നൽ മുജിദ്ദ എന്നതിന്റെ ഖബറായി വന്നു എന്നത് എന്ത്? യൻഫഉ നഫ്സഹു തന്റെ ശരീരത്തെ അവൻ എപ്പോഴും ഉപകാരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇന്നൽ വലദ തീർച്ചയായും കുട്ടി. ഇന്നൽ വലദ തീർച്ചയായും കുട്ടിയാകുന്നത് സീനതുഹു അൽ അദബ്. സീനതുഹു അവന്റെ ഭംഗിയാകുന്നത്, കുട്ടിയുടെ ഭംഗിയാവുന്നത് അൽ അദബു അച്ചടക്കമാകുന്നു. മനസ്സിലായോ? അച്ചടക്കില്ലെങ്കിൽ എത്ര ശരീര സൗന്ദര്യമോ അല്ലെങ്കിൽ നല്ല തൊലിവെടുപ്പോ അല്ലെങ്കിൽ തൊലിയുടെ നിറമോ അവന് ഒരിക്കലും സീനത്തിന് ഭംഗി കൂടും. അവനിക്ക് ഒരിക്കലും സീനത്തായി നൽകുകയില്ല. മനസ്സിലായോ? ഒരാൾക്ക് തൊലി നിറം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ സമ്പത്തൊക്കെ ഉണ്ടായാലും അതൊരു സീനത്തായിരിക്കില്ല. എന്തില്ലെങ്കിൽ? അദബ് ഇല്ലെങ്കിൽ. മനസ്സിലായോ? മര്യാദ ഇല്ലെങ്കിൽ, അച്ചടക്കമില്ലെങ്കിൽ അതൊന്നും സീനത്തായി കണക്ക് കൂട്ടുകയില്ല. ബാക്കി എന്തുണ്ടായാലും കുട്ടിയുടെ സീനത്ത് എന്താണ്? അൽ അദബു അച്ചടക്കമാകും, മര്യാദയാകും. മനസ്സിലായോ? അപ്പൊ സീനത്തുഹു അൽ അദബ് എന്ന ഇസ്മിയായ ജുംല എന്തിന്റെ ഖബറായി വന്നു? ഇന്നയുടെ ഖബറായി വന്നു. ഇന്നൽ ഹയാ തീർച്ചയായും ലജ്ജ. ഇന്നൽ ഹയാ തീർച്ചയായും ലജ്ജയാവുന്നത് മിനൽ ഈമാൻ ഈമാനിൽ പെട്ടതാകുന്നു. മനസ്സിലായി? ഇന്നൽ ഹയാ മിനൽ ഈമാൻ അത് ഈമാനിൽ പെട്ടതാകുന്നു. ഒരാൾക്ക് ലജ്ജ ഉണ്ടായിരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. മനസ്സിലായോ? അപ്പൊ ലജ്ജയില്ലാത്തവർ എന്ത് ചെയ്യും? എന്ത് തോന്നിവാസവും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഒരാൾക്ക് ലജ്ജ ഉണ്ടെങ്കിൽ ഒരു ഏകദേശം എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കും. മനസ്സിലായോ? അപ്പൊ ഇന്നൽ ഹയാ മിനൽ ഈമാൻ എന്നത് ശിബുൽ ജുംലയായി വന്നു. ഇന്നൽ ഹുക്കുമ തീർച്ചയായും വിധിയാവുന്നത് ബഅദ തജ്രിബത്തി. മനസ്സിലായോ? ഇന്നൽ ഹുക്കുമ ബഅദ തജ്രിബ എക്സ്പീരിയൻസിന് ശേഷമാണ് വിധി ഉണ്ടാവുക. ഇന്നൽ ഹുക്കുമ തീർച്ചയായും വിധിയാവുന്നത് ബഅദ തജ്രിബ വിധി എക്സ്പീരിയൻസിന് ശേഷമാകുന്നു വിധി. മനസ്സിലായോ? തീരുമാനങ്ങൾ ഉണ്ടാവുക. പിന്നെ അപ്പോ ഇന്നയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി എന്തിനെ കുറിച്ച് പറയണം? അതിന്റെ അഹവാത്തുകളെ കുറിച്ച് പറയണം. അപ്പൊ കിതാബിൽ പറയുന്നത് എന്തിന്റെ? ഇന്നയുടെ അഹവാത്തിൽ നിന്നും ലഅല്ല എന്നതിനെ കുറിച്ചാണ്. മനസ്സിലായോ? ലഅല്ല ആയിബ യഊദു. ലഅല്ല ആയിബ യഊദു. മനസ്സിലായോ? മറഞ്ഞവൻ മടങ്ങിയേക്കാം. മനസ്സിലായോ? ലഅല്ല ആയിബ യഊദു. മനസ്സിലായോ? ലഅല്ല ആയിബ യഊദു മടങ്ങി വരുന്നവനായേക്കാം. ആര്? മറഞ്ഞവൻ. മനസ്സിലായോ? കാണാനില്ല എന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ കൊടുത്ത കാണാനില്ല എന്ന കാണാത്ത ആ വ്യക്തി എന്തായേക്കാം? യഊദു ഒരു സുപ്രഭാതത്തിൽ മടങ്ങി വന്നേക്കാം. മനസ്സിലായോ? അപ്രതീക്ഷിതമായവൻ
മയഊദു മടങ്ങി വന്നവനായേക്കാം, മടങ്ങി വന്നേക്കാം. അപ്പോ ലഅല്ല എന്നതിന്റെ ഖബറായി വന്നു കഴിഞ്ഞ യഊദു എന്ന ഫിഅലിയായ ജുംല അതാണ് നമ്മുടെ കണക്ക് വന്നാലും ഇല്ലെങ്കിലും. അപ്പോ നെക്സ്റ്റ് ലഅല്ലൽ ഇംതിഹാന പരീക്ഷയായേക്കാം, എന്തായേക്കാം, അസ്ഇലതുഹു സഹ്ലത്തുൻ. മനസ്സിലായോ? ലഅല്ലൽ ഇംതിഹാന പരീക്ഷയായേക്കാം, അസ്ഇലതുഹു ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ, മനസ്സിലായോ? ലഅല്ല ഈ പരീക്ഷയുടെ ചോദ്യങ്ങളായേക്കാം, സഹ്ലത്തൻ. മനസ്സിലായോ? അപ്പോ ലഅല്ലൽ ഇംതിഹാന പരീക്ഷയായേക്കാം, അസ്ഇലതുഹു ആ പരീക്ഷയുടെ ചോദ്യങ്ങളായേക്കാം എന്ത്, സഹ്ലത്തുൻ. മനസ്സിലായോ? എന്തായേക്കാം, എളുപ്പമായതായേക്കാം, ഈസി ആയേക്കാം. എപ്പോൾ പഠിച്ചാൽ ലഅല്ലൽ ഇംതിഹാന പരീക്ഷയായേക്കാം, എന്തായേക്കാം, അസ്ഇലതുഹു ജമീലത്തുൻ, അസ്ഇലതുഹു സഹ്ലത്തുൻ അതിന്റെ ചോദ്യങ്ങൾ വളരെ എളുപ്പമായതായേക്കാം. ഇനി നെക്സ്റ്റ്, അപ്പോ ഇത് അസ്ഇലതുഹു സഹ്ലത്തുൻ എന്നുള്ളത് എന്താകുന്നു, ഇസ്മിയായ ജുംലയാകുന്നു. ഇനി ലഅല്ല മുഹമ്മദൻ ഫിൽ മൻസിലി, ലഅല്ല മുഹമ്മദൻ മുഹമ്മദ് ആയേക്കാം, എവിടെ ആയേക്കാം, ഫിൽ മൻസിലി വീട്ടിൽ ആയേക്കാം, മുഹമ്മദ് വീട്ടിലായേക്കാം എന്നുള്ളത് എന്താണ്, ജാർ മജ്റൂറാണ്. അപ്പൊ എന്താണ്, ജാർ മജ്റൂറാണെങ്കിൽ അത് ശിബ്ഹ് ജുംലയാകുന്നു. മനസ്സിലായോ? പിന്നെ ലഅല്ലൽ മിബ്റാത, ഇനി ലാസ്റ്റ് നമ്മുടെ ഈ പാഠത്തിലെ ലാസ്റ്റ് ഉദാഹരണമാണ് ലഅല്ലൽ മിബ്റത. ലഅല്ലൽ മിബ്റത ഫൗഖൽ കുർസി. മനസ്സിലായോ? ലഅല്ലൽ മിബ്റത ഫൗഖൽ കുർസി. മിബ്റത്ത് എന്ന് പറഞ്ഞാല് ഷാർപ്നർ. മനസ്സിലായോ? ലഅല്ലൽ മിബ്റത ഷാർപ്നർ ആയേക്കാം, ഫൗഖൽ കുർസി കസേരയുടെ മേലെ ആയേക്കാം. അപ്പൊ ലഅല്ല എന്നതിന്റെ ഖബർ എന്തായിരുന്നു, ഫൗഖൽ കുർസി എന്ന ശിബ്ഹ് ജുംല. ശിബ്ഹ് ജുംലയാണ്, കാരണം ലർഫ് വന്നു. ലർഫ് വന്നാൽ എന്താ, ശിബ്ഹ് ജുംലയായി വരും. അപ്പൊ ലഅല്ലൽ മിബ്റത എന്നതിന്റെ ഖബർ എന്തായിരുന്നു, ലർഫായി. ലർഫ് എന്താണ്, ഇസ്മിയാണോ ഫിഅലിയായതാണോ, അത് ശിബ്ഹ് ജുംലയാകുന്നു. അപ്പോ ഇവിടെ ഓരോന്നിന്റെയും ഇന്നയുടെയും കാനയുടെയും ഒക്കെ അഹവാത്തുകളിൽ നിന്ന് ഓരോന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? കുറെ ഉണ്ട് ഓരോന്നിന്റെയും അഹവാത്തുകൾ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് പാഠം ആയുധ നല്ല രീതിയിൽ മനപ്പാടാക്കുക, ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും. കാരണം എന്ത്, അതിന്റെ ഗുണദോഷങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ്. മനപ്പാടാക്കിയാൽ ഇപ്പൊ തന്നെ ഓരോന്നും എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ പഠിച്ചാൽ കുറച്ചങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രയാസമില്ലാത്ത രീതിയിൽ എക്സാം നേരിടാം. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഭാരമായി വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നും പഠിക്കാൻ കഴിയില്ല. അപ്പൊ എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ പഠിച്ച് അതൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പൊ ഇനി ഈ പാഠഭാഗത്ത് അപ്പൊ ഒന്നും കൂടി കായിക വായിച്ചിരുന്നു. ഖബറു കാന വഅഖവാതിഹ, കാനയുടെയും കാന അല്ലെങ്കിൽ അതിന്റെ അഖവാത്തുകളുടെ ഖബർ, അല്ലെങ്കിൽ ഖബറു ഇന്ന വഅഖവാതിഹ, കാനയുടെ ഇന്ന അല്ലെങ്കിൽ അതിന്റെ അഖവാത്തുകൾ, ഇന്ന അല്ലെങ്കിൽ അതിന്റെ അഖവാത്തുകളുടെ ഖബറാവുന്നത് കമാ യകൂനു കുല്ലു മിൻഹുമാ മുഫ്രദ, അവകളിൽ നിന്നുള്ള ഓരോന്നിന്റെ ഖബർ മുഫ്രദായി വരുന്നത് പോലെ യകൂനു ജുംലത്തുൻ ഫിഅലിയ, ഫിഅലിയ ജുംലയായി വരും. പിന്നെ എന്തുമായി വരും, ഇസ്മിയായ ജുംലയായി വരും, അല്ലെങ്കിൽ ശിബ്ഹ് ജുംലകളായിട്ട് വരും. മനസ്സിലായോ? എന്തായി വരുന്നത് പോലെ, അതിന്റെയൊക്കെ ഖബർ മുബ്തദ ആയി വരുന്നത് പോലെ എന്തായി വരും, ഫിഅലിയ ജുംല, ഇസ്മിയായ ജുംല അല്ലെങ്കിൽ ശിബ്ഹ് ജുംല ഇവകളൊക്കെയായി ഇന്ന അല്ലെങ്കിൽ കാന എന്നതിന്റെ ഖബർ അതിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോന്നും അതിന്റെ അഖവാത്തുകൾ വെച്ച് ജുംലകൾ ഉണ്ടാക്കി ഇപ്പൊ തന്നെ പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും.